കണ്ണാ ബെസ്റ്റ്. വണക്കം, വന്ദനം, നമസ്കാരം. മൈ ജി ബെസ്റ്റ് എന്ന ബിസിനസ് സീസൺ 2 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ റെഡി ആയിട്ട് അടിച്ച് പൊളിച്ച് തകർത്തിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്തായാലും ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ വന്നിട്ടുള്ളത് ചെങ്ങന്നൂരുള്ള പ്രൊവിഡൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് സ്കൂൾ ഓഫ് ബിസിനസ്സിലാണ്. ഒരുപാടധികം കിടിലം പരിപാടികളാണ് നമുക്കായിട്ട് ഇവിടെ കാത്തിരിക്കുന്നത്. ഓൾറെഡി അവിടെ പാട്ടും ബഹളമൊക്കെ തുടങ്ങി, ഒച്ചയൊക്കെ നമുക്ക് ഇവിടെ കേൾക്കാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഈ സ്പെഷ്യൽ ക്രിസ്മസ് എപ്പിസോഡ് ഇവിടെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാം. കം ഓൺ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ചെങ്ങന്നൂരുള്ള പ്രൊവിഡൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് സ്കൂൾ ഓഫ് ബിസിനസ്സിലാണ്. കിടിലൻ പിള്ളേർ നമുക്കായിട്ട് ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ക്രിസ്മസ് സംബന്ധിച്ച് ഒരുപാടധികം പരിപാടികളാണ് ഇന്ന് പ്രൊവിഡൻസ് കോളേജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി സംഭവങ്ങൾ പറയാനായിട്ട് നമുക്ക് നിറഞ്ഞ കയ്യടിയോടുകൂടി ശാലിനെ സ്വാഗതം ചെയ്യാം. സുഹൃത്തുക്കളെ, ഹായ് ശാലിൻ, നമസ്കാരം. ഹായ്. ശാലിൻ ഇവിടെ ഏത് ഇയർ ആണ്? ലാസ്റ്റ് ഇയർ. എന്താ പഠിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. എന്തൊക്കെയാണ് ശാലിൻ ഇന്നത്തെ പരിപാടികൾ? ഓക്കെ, പ്രൊവിഡൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് സ്കൂൾ ഓഫ് ബിസിനസ് ക്രിസ്മസ് പ്രോഗ്രാം 2 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഇന്നലെ ആയിരുന്നു. ബാൻഡ് പെർഫോമൻസ് നമുക്കിവിടെ ഉണ്ടായിരുന്നു. ഇന്നാണ് ഇതിൻ്റെ സെക്കൻഡ് ഡേ. എന്തായാലും ഗംഭീര പരിപാടികളാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട, നേരെ പരിപാടികളിലേക്ക് കിടക്കാം അല്ലേ? അതിന് മുന്നേ ആയിട്ട് ഒരു ക്രിസ്മസ് മെസ്സേജ് കൊടുക്കണ്ടേ? ഒറ്റ മെസ്സേജ് ഉള്ളൂ, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. അപ്പോൾ നേരെ നമ്മൾ പരിപാടികളിലേക്ക് പോവാണ്. 3, 2, 1 കൈയടിച്ചോണ്ട് പോവാം. 3, 2, 1 ലെറ്റ്സ് ഗോ. ആനന്ദം മാറുമാറു മാലാഖമാ തിരിതര ആകാശേ നിന്നു ലോകം ചേർന്നു തേ 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 ആചാര ജാഠര മാടക്കും പോലെ തിരിതര ആകായാൽ കൂടി പോരിയുന്നപ്പോൾ തേ 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 ആത്മാവും ജാഠരത്തിൽ പൂരിച്ചുടൻ തിരിതരാലാസ്യം കൂടാതുയർന്നു രാജൻ തേ 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 അതുപോഴു തണ്ണന്റെ മുൻപിൽ ചെന്നു തിരിതരാധാരായി നിന്നവൻ കൈകൾ കൂപ്പി തിരിതരാതു നേരം വന്നിങ്ങടഞ്ഞു ചോഴൻ തിരിതര ഇച്ഛായാലോർത്തു കഴുകിക്കൊണ്ട് കീർത്തിച്ചു വാഴി പോലാറിച്ചറി തിരിതര കൃത്യമിതെല്ലാവർക്കും വേണമെന്ന് ോരു മൂനിവരൻ തന്നെ കണ്ട് തിരിതര കാൽക്കൽ വീണാളോതു വീടായി ചൊല്ലി അപ്പോൾ ക്രിസ്മസ് ആകുമ്പോൾ ഗെയിംസ് ഇല്ലാതെ എന്താഘോഷം അല്ലേ? എൻ്റെ ബാക്കിൽ റെഡി ആയിട്ട് മൊത്തം 8 പേരാണ് നിൽക്കുന്നത്. ഇവരെ 4 ടീമായിട്ട് തിരിച്ചിട്ടുണ്ട്. സംഭവം ഇത്രേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ടിൽ ഒരു ബൗളുണ്ട്, കാണോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിതേപോലെ കുറച്ച് വാക്കുകൾ എഴുതിയിട്ട് പേപ്പർ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വരിക, ഈ ഒരു സാധനം എടുക്കുക, തുറന്നു നോക്കുക. അതിലെന്ത് വാക്കാണോ കാണുന്നത് ആ വാക്ക് വെച്ചിട്ട് 1 മിനിറ്റിനുള്ളിൽ ഒരു 5 പാട്ട് പാടണം. എങ്ങനെയുണ്ട്? അടിപൊളിയില്ല? എന്നൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാറ്. 5 പാട്ടെന്ന് പറഞ്ഞാൽ 5 പാട്ടെന്ന് പറഞ്ഞാൽ ഫുള്ള് പാടുമൊന്നും വേണ്ട. ജസ്റ്റ് ആദ്യത്തെ ഒരു 2 ലൈൻ കേട്ടോ, ശ്രമിക്കണം. അപ്പോൾ ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന, തമ്മിൽ മത്സരിക്കാൻ പോകുന്ന 2 ടീമുകളെ നമ്മൾ സ്വാഗതം ചെയ്യാണ്. പേര് പറഞ്ഞു. മുഹമ്മദ് യാസീൻ. മുഹമ്മദ് യാസീൻ. ശാലിൻ. അതുപോലെ ഇപ്പുറത്ത് അക്സ. അക്സയും ജിമ്മി അലക്സ്.
കൈയടിച്ചാണ് രണ്ടാമത് ഞാൻ കേട്ടില്ല. ജിമ്മി അലക്സ്. ജിമ്മി അലക്സ്. ജിമ്മി അലക്സിന് ഭയങ്കര ഗ്രൗണ്ട് സപ്പോർട്ടാണ് ഇവിടെ. ആരാദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യും? ജിമ്മിക്ക് തന്നെ കൊടുക്കാം അല്ലേ? ടീം ജിമ്മി ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആരാ വന്നെടുക്കാൻ പോകുന്നത്? ഒരു മിനിറ്റ് എടുക്കാൻ വരട്ടെ. വേറെ കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങളാണ് ഫസ്റ്റ് പാട്ട് പാടാൻ പോകുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് 1 മിനിറ്റിനുള്ളിൽ 5 പാട്ടുകൾ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന തലയണ എടുത്തിട്ട് ഇവർ നിങ്ങളെ അടിക്കും. ഇവരടിക്കും. ഞാനിതിലിടപെടില്ല കേട്ടോ. നേരെ മറിച്ച് അവർക്ക് പാടാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു അടിക്കാം അല്ലേ? ക്രിസ്മസ് തല്ല്, അതാണ് പരിപാടിയുടെ. അടിപൊളിയല്ലേ? ആണോ? അടി കാണാനാണ് ഇവരിയ്ക്കുന്നത്. ഇവരൊക്കെ മുഖം കണ്ടോ? പാടല്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് കൈയടിച്ചു കൊടുത്താൽ നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. ജിമ്മി പ്ലീസ് എടുത്തോളൂ. ആകാശം. ആകാശമാണ് വാക്ക്. അപ്പോൾ ആകാശം വെച്ചിട്ടുള്ള അത് വെരി ഫസ്റ്റ് വാക്ക് ആകാശമാണെന്നില്ല. ആ ഫസ്റ്റ് ലൈനിൽ എവിടെയെങ്കിലും ആകാശം തന്നെ. ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങി. അക്സ ഇനി നമ്മളെ ഫ്രണ്ടിലോട്ടോ. സെറ്റല്ലേ? നേരെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആകാശം പോലെ അകലാമെന്നോർത്തു ഒരു ശ്വാസം. സ്വന്തം ലിറിക്സ് ആണ്, എന്നാലും കുഴപ്പമില്ല. കറക്റ്റ്. ഒരു പാട്ടായി. സമയം പോയിക്കൊണ്ടിരിക്കണം. വേണ്ടേ? കഴിഞ്ഞു, സമയം കഴിഞ്ഞു കേട്ടോ. 2 പാട്ട് ആയുള്ള 5 എണ്ണം ആയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവരെന്താ ചെയ്യാൻ പോകുന്നത്? അടിക്കാൻ റെഡി അല്ലേ? യെസ്. അപ്പോൾ അടി കൊള്ളാനുള്ള ഒരു സെൻറ്ററിലേക്ക് വന്നു. അടിച്ചോ കേട്ടാ. കൈയടിച്ചു വിടുക. കൈയടിച്ചാലേ അവർ സ്ട്രോങ് ആയിട്ട് അടിക്കുള്ളൂ. എടാ അടിച്ച് കൊല്ലാനല്ല പറഞ്ഞു. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കിടക്കുകയാണ്. ടീം ശാലിൻ റെഡി അല്ലേ? ആരെ എടുക്കാൻ പോകുന്നത്? നീ എടുക്കും, എനിക്കറിയാം. റെഡി അല്ലേ? എടുത്തോ. തുറക്ക്. സുന്ദരി. എങ്ങനെ? സുന്ദരി. സുന്ദരി അതാണ് വാക്ക്. അപ്പോൾ സുന്ദരി വെച്ച് 5 പാട്ട് കേട്ടോ. അപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പാടിക്കൊണ്ടിരുന്നു. 1 മിനിറ്റ് തീരാറായി കേട്ടോ. ഒരു പാട്ടായി. അവർ ലയിച്ച് അതിൽ തിരിച്ചു വരാൻ പറ്റുന്നില്ല. രണ്ടെണ്ണം. വാശിയേറിയ മുന്നേറ്റമാണ്. എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് കഴിഞ്ഞെന്ന്. 3 എണ്ണമായി. വേവാ. സുന്ദരി നീയും 4. ഒരെണ്ണോട് കിട്ടിയാൽ അടിയെന്ന് ഒഴിവാ കേട്ടോ. ഒരെണ്ണം കൂടി മതി. കമോൺ ശാലിൻ. സരസ സുന്ദരി. ടൈം കഴിഞ്ഞു കേട്ടോ. ടൈം കഴിഞ്ഞു. എനിക്കൊരു സംശയം. ആ ലാസ്റ്റ് പാടിയ പാട്ട് എന്തായിരുന്നു? അല്ലെങ്കിൽ ഇനി വാ. ആ 2 പേരും ഒന്നുകൂടി പാട്. സരസ സുന്ദരി. അല്ലെങ്കിൽ സ്മാർട്ട് മൂവ് നടത്തിയതാണ്. ഒരു പാട്ടിൽ എവിടെയോ സുന്ദരിയുണ്ട്. അതെടുത്ത് ഫ്രണ്ടിലിട്ട്. പക്ഷെ അത് നമ്മൾ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം ആ പാട്ട് അങ്ങനെയല്ല തുടങ്ങുന്നത് കേട്ടോ. തുടക്കത്തിലുള്ള ലൈനിൽ സുന്ദരി വേണം. എന്തായാലും അടിപൊളിയായിരുന്നു. നല്ലൊരു കേട്ട് കൊടുക്കാം. 4 പാട്ടുകൾ അവർ പാടി. പക്ഷേ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ചാൽ 5 എണ്ണം ആയിരുന്നു. പറ്റിയില്ല. അപ്പോൾ അടിക്കാം അല്ലേ? ഇവനെ 3 അടി അടിച്ചത്. നോക്കി അടിക്കണേ. 1 2 3. എന്തായാലും കിടിലൻ മത്സരമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് 2 ടീമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ബാക്കിലേക്ക് മാറിയിട്ട് ബാക്കിലുള്ള ടീമുകൾക്ക് കുഷ്യൻ കൈമാറാം. അടുത്ത 2 ടീമുകളെ കൈയടിച്ചുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം വാശിയേറിയ മത്സരത്തിലേക്ക്. അച്ഛാ പേര് പറഞ്ഞു. അഖിൽ എസ് സജി. അഖിൽ എസ് സജി. കൂടെ ഉള്ളത് അശ്വിനി രാജ്. ഇവിടെ എന്താ നമ്മളെ പേര്? മഹിമയും ജിനു. മഹിമയും ജിനു. അപ്പൊ ആരാണ് ആദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്? ജിനു പാടണമെന്നാണോ ആഗ്രഹം അല്ലേ ആദ്യം? അപ്പോൾ ഒരു കാര്യം ചെയ്യും, കുഷ്യൻ നിങ്ങൾ അപ്പുറത്തേക്ക് കൊടുത്തോ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എടുത്തോ. മഹിമയാണ് എടുക്കാൻ പോകുന്നത്. തുറന്നോ.
നിലാവ്. അവിടെ പാട്ട് തുടങ്ങി ഓൾറെഡി. ഓക്കെ ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിലാവിൽ ആയുമോ അല്ല പാടാ, അത് 2 ലൈൻ. ആ കിനാവും നോവുമാ ഇളം തേൻ തെന്നലായി തലോടും പാട്ടും. ഒരാവശ്യമില്ലായിരുന്നു. നിലാവിലെല്ലാം അറിഞ്ഞിടാ. 2 എണ്ണമായി. ഇനി ഒരു 3 എണ്ണം കൂടി വേണം. വേഗം ആട്ടെ. ജിനു കമോൺ. എടാ നിങ്ങൾക്ക് വേണേൽ പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഓക്കെ, ടൈം കഴിഞ്ഞു കേട്ടോ. 2 പാട്ട്, നല്ല കൈഡി കൊടുക്കാം. 2 പാട്ടുകൾ പാടിക്കഴിഞ്ഞു. പക്ഷെ ഇപ്പുറത്ത് മല്ലന്മാർ റെഡി ആയിട്ട് നിൽക്കുകയാണ്. 2 പാട്ട് നടപ്പോൾ തന്നെ അളിയൻ ഇങ്ങനെയൊക്കെ അടിക്കാൻ റെഡി അല്ലേ? അപ്പോൾ അടിയുള്ള ആളൊരു സെൻറ്ററിലേക്ക് വന്നോ, കൊടുത്തോ, ആക്ഷൻ. അടുത്ത ടീം ആരുടെ ടീം? മച്ചാനെ എടുത്തോ, റെഡി അല്ലേ? 2 എണ്ണമൊക്കെയാണ്. എങ്ങനെ, എന്താ വാക്കെന്താ? പെണ്ണ് 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 വെച്ച് 5 പാട്ട്. റെഡിയാണോ? ഞാൻ ടൈം തുടങ്ങണ്ടേ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സുന്ദരി പെണ്ണ്, ഓ സുന്ദരി പെണ്ണ്, ഓ ഒരെണ്ണം ആയിട്ടോ. പെണ്ണ് 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 പെണ്ണ്. ഇവര് മറ്റേ ഡാൻസ് സഹിതമാണ് കേട്ടോ, ഫുൾ പെർഫോമൻസാ. 2 എണ്ണം ആയിട്ടുള്ളൂ കേട്ടോ. പെണ്ണാളെ പെണ്ണാളെ നീ കരുമ്പത്തിക്കര തേനല്ലേ. കണ്ണാലെ കണ്ണാലെ ഞാൻ ചക്കര തേനല്ലേ. 3 എണ്ണം, 2 എണ്ണം കൂടി. പെണ്ണെ പെണ്ണെ കാതലി കണ്ണിൽ നീയ കൺമണി. ഒരെണ്ണം കൂടി മതി. പെണ്ണാലെ പെണ്ണാലെ കരിമീൻ കണ്ണാലെ കണ്ണാലെ. ഇനി എന്തിന് സമയം? 5 പാട്ടുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ കൈയടി പോരാട്ടെ, എല്ലാവരും ഒരുമിച്ച് നല്ലൊരു കൈയടി. അങ്ങനെ വളരെ വാശിയേറിയ മത്സരത്തിൽ 4 പാട്ടുകൾ കറക്റ്റായിട്ട് പാടിക്കൊണ്ട് 2ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് യാസീൻ ആൻഡ് ശാലിൻ. നല്ലൊരു കൈയടി കൊടുക്കാം. അപ്പോൾ ഒരുപാടധികം സമ്മാനങ്ങളുണ്ട്. ആദ്യം തന്നെ F2 ഷർട്ട്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം, 2 പേരും മേടിച്ചോ. രണ്ടാമത് ചപ്പാത്തി പോയിന്റ്, അതായത് സ്വാദിഷ്ടവും ശുദ്ധവുമായ ഗോതമ്പ് പൊടിയിൽ തയ്യാറാക്കിയ ഉന്നത ഗുണമേന്മയുള്ള ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിയും പൂരിയും വീട്ടിൽ പോയി കഴിക്കാം കേട്ടോ. അതാണ് ചപ്പാത്തി പോയിന്റ്. മതിയോ? കഴിഞ്ഞില്ല, ഇനിയുണ്ട് കേട്ടോ. അടുത്തതായിട്ട് മീൽ കൂട്ട് കറി പൗഡർ തരുന്നൊരു സമ്മാനമാണ്. എന്താണ് അതിൻ്റെ കൂടെ കൂട്ടി കറി വേണ്ടേ? അപ്പോൾ അത് കിട്ടി. കറി എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ മീൽ കൂട്ട് പാരമ്പര്യത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തുന്നത് കൊണ്ട് തന്നെ വിശ്വസിച്ച് ഉപയോഗിക്കാം. മീൽ കൂട്ട് കറി പൗഡർ സ്റ്റാർഗോ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഉൽപ്പന്നമാണ്. കയ്യടിയോടുകൂടി നമുക്ക് കൈമാറാം. അടുത്തതായി 5 പാട്ടും കറക്റ്റായിട്ട് പാടി ഒരടി പോലും കൊള്ളാതെ, അല്ലേ? അതിൽ വിഷമമുണ്ട് ഇവർക്ക്, എന്നാലും ഒരടി പോലും കൊള്ളാതെ ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയ അഖിൽ സജിയും അശ്വിനി രാജും. നല്ലൊരു കൈയടി കൊടുക്കാം. കിടിലൻ സമ്മാനങ്ങളാണ് അവർ കാത്തിരിക്കുന്നത്. ആദ്യമായിട്ട് കാസിൽ ഓഫ് ജീൻസ് പൈപ്പ് ലൈൻ റോഡ് തൃക്കാക്കര എറണാകുളം തരുന്ന ഒരു സൂപ്പർ സമ്മാനം 2 പേര് മേടിച്ചോ. സന്തോഷമായില്ലേ? ഇനി അതും പോരാഞ്ഞിട്ട് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കാർ പ്രോഡക്റ്റ് ബ്രാൻഡായ ഡീപൂൾ അവതരിപ്പിക്കുന്ന കാർ കെയർ ആൻഡ് ഹോം ക്ലീനിങ് പ്രോഡക്റ്റ് കിറ്റാണ് കേട്ടോ. മൊത്തം വൃത്തിയാക്കി ഇടുക ചെന്നിട്ട്. ഇന്ന് ഫുൾ ക്ലീനിങ് ആയിരിക്കും വീട്ടിൽ. അവസാനമായിട്ട് മൈജി മഹാ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി ഇപ്പോൾ കേരളത്തിലുടനീളം നിങ്ങളുടെ നിയറസ്റ്റ് മൈജി ഷോറൂമിൽ വിസിറ്റ് ചെയ്യണം കേട്ടോ. ഇത് കിട്ടി കഴിഞ്ഞിട്ട് കൈയടിയോടുകൂടി തന്നെ മൈജി നൽകുന്ന ഒരു സൂപ്പർ സമ്മാനം കൈമാറും. അപ്പോൾ എന്തായാലും പാട്ട് പാടി ഗെയിം കളിച്ച് തല്ലും കൊണ്ട് എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഷോർട്ട് ബ്രേക്ക്. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്.